നമസ്കാരം. നമസ്കാരം. നമ്മൾ വിജയ് ദിവസ് എല്ലാ 16-നും എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുകയാണ്. ഇപ്രാവശ്യം ഒരു കോമഡി എനിക്ക് തോന്നിയത്, പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്ക ഗാന്ധി ഇന്ത്യയിലെ പരമോന്നതമായ നമ്മൾ കാണുന്ന സ്ഥലത്തേക്ക് ഒരു ബാഗ് തൂക്കി വരികയാണ്. എന്ത് തോന്നുന്നു? ഇങ്ങനൊരു ബാഗ് തൂക്കലിലൂടെ എന്താണ് അവർ പുറം ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്? കോൺഗ്രസ് ഇത് ആദ്യത്തെ അല്ല, അത് ശരിക്കും പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് തുടങ്ങുന്നതല്ല. കോൺഗ്രസിൻ്റെ പാരമ്പര്യം തന്നെ അങ്ങനെയാണത്. നമുക്ക് നോക്കിയാലറിയാം. ഇന്നത്തെ കാശ്മീർ വിഷയം, ഇന്ന് നാം അനുഭവിക്കുന്ന കാശ്മീർ വിഷയത്തിന് ശരിക്കും കാരണക്കാരനാരാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ തലതിരിഞ്ഞ നയമായിരുന്നു. തീർച്ചയായും ഇന്ത്യൻ സൈന്യം അവരുടെ ചോര വീണ് തുടുത്ത മണ്ണാണ്. ലാഹോർ വരെ എത്തിയതാണ്. ലാഹോർ വരെ എത്തിയ സൈന്യത്തെയാണ് തിരിച്ചു വിളിച്ചത്. അതാണ് ഒരു മുൻനിരയിലുണ്ടായിരുന്ന അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഉദ്യോഗസ്ഥർ നെഹ്റുവിനോട് കേണപേക്ഷിച്ചു എന്നാണ്, ഒരു ദിവസം കൂടി, ഒരു പകൽ കൂടി ഞങ്ങൾക്ക് തരാൻ. പക്ഷേ യുദ്ധം, ഏകപക്ഷീയമായ യുദ്ധം നിർത്തുന്നതിൽ പ്രഖ്യാപിച്ച് സൈന്യത്തെ പിൻവലിക്കുകയാണ്. അതാണിന്ന് പാക് അധിനിവേശ കാശ്മീർ. അതെ, ഇന്ത്യക്കെന്നും വേദനയാകുന്ന, ഇന്ത്യക്കെന്നും ഒരു കനലായി മാറിക്കൊണ്ടിരിക്കുന്ന, എല്ലാ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെയും മണ്ണായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം പാക് അധിനിവേശ കാശ്മീരാണ്. തീർച്ചയായും. അപ്പം നെഹ്റു മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അവരുടെ എല്ലാ നിലപാടുകളും ഭാരതത്തിനെതിരായിരുന്നു എന്നുള്ളതാണ്. അതെ. ഇപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി 71 അടി, 71 അതിനെക്കുറിച്ച്, യുദ്ധത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് അടിയന്തരാവസ്ഥ. ആ സമയത്ത് 71 അടി സമയത്തും ഇന്ദിരാഗാന്ധിയാണ്, കോൺഗ്രസ് ആണെന്ന് ഭരിച്ചത്. അന്ന് തുടങ്ങിയ ഈ ഒരു വിജയ് ദിവസ് ആഘോഷമാണ്. അതെ. ഇന്നിപ്പം BJP സർക്കാരോ അല്ലെങ്കിൽ അത്തരം പാർട്ടികളോ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നതല്ല. 16 ബംഗ്ലാദേശ് രൂപീകരണ ദിവസമാണ് 71 യുദ്ധം എന്ന് പറയുന്നത്. ബംഗ്ലാദേശിലെ അനേകം ഇന്ത്യൻ സൈനികർ മുക്തി ബഹാനി എന്ന് പറയപ്പെടുന്ന സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് ചോര കൊടുത്ത്, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ നിന്നും കാണാത്ത, 1-2 ലോകമഹായുദ്ധങ്ങളിൽ പോലും കാണാത്ത 100,000 പട്ടാളക്കാരെ അവരുടെ ആയുധ സഹിതം കീഴ്പ്പെടുത്തി അടിയറവ് പറയിച്ചുകൊണ്ട് ആ ശിരസ് കുനിഞ്ഞ് അവരുടെ തോക്ക് നിലത്തൂന്നിയിരിക്കുന്ന പട്ടാളക്കാരുടെ ഫോട്ടോ കാണാൻ പറ്റും. അഭിമാനോജ്വലമായ മുഹൂർത്തമാണ്. ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ത്രസിപ്പിക്കുന്ന വിജയം, അല്ലെങ്കിൽ അതിൻ്റെ ആത്മാഭിമാനം ഓർക്കും തോറും, ആ ചിത്രം കാണും തോറും നമുക്ക് എത്ര തന്നെ കണ്ടാലും മതി വരാത്ത, അത്ര തന്നെ ആനന്ദം തരുന്ന ഒരു ഇതാണത്, മുഹൂർത്തമാണ് 71 യുദ്ധവിജയം. ബംഗ്ലാദേശ് രൂപീകരിച്ച് കിഴക്കൻ പാകിസ്ഥാനെയും പടിഞ്ഞാറൻ പാകിസ്ഥാനെയും രണ്ടായിട്ട് മുറിച്ച് കീറി പാകിസ്ഥാൻ്റെ സൈനിക ശക്തിയെ അടിച്ചു കീറി പുളന്നു കൊടുത്ത ഒരു വിജയമാണത്. ആ വിജയത്തിൽ അഭിമാനിക്കുന്ന ഇന്ത്യക്കാർ എല്ലാവരുമാണ്. അപ്പം അന്ന് അതേ ദിവസം പാർലമെൻറ്റിൽ, ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന പാർലമെൻറ്റിലേക്ക് പാലസ്തീൻ എന്നെഴുതിയിട്ടുള്ള ബാഗുമായി വരുമ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ്. ഒരു ദിവസമായിട്ട് തന്നെ കാണുന്നു. സ്വന്തം ചോര, സ്വന്തം മണ്ണ്, സ്വന്തം ദേശം, സ്വന്തം നാട്, പെറ്റുപോറ്റിയ നാടിൻ്റെ അടിയടരുകൾക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, നെഹ്റുവിൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ്. ശ്രീമതി ഗാന്ധി പോലും ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് നൽകിയ സന്ദേശം എന്താ? ഭരണഘടനയെ അവർ സസ്പെൻഡ് ചെയ്തു. അതാണ് ഒരു പൗരന് ജീവിക്കുവാനുള്ള അവകാശം, പൗരൻ്റെ എല്ലാ പൗരധർമ്മങ്ങളും നിറവേറ്റുവാനുള്ള, അതിൻ്റെ അവകാശങ്ങൾ നിറവേറ്റുവാനുള്ള, അവകാശങ്ങൾ ലഭിക്കുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ആ ഭരണഘടന സസ്പെൻഡ് ചെയ്തുകൊണ്ട് എല്ലാ പത്രമാധ്യമങ്ങളെയും നിശ്ചലമാക്കിക്കൊണ്ട് പ്രതിപക്ഷ MP-മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിക്കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യയെ ഒരു തടവറയാക്കി മാറ്റിയ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ആ അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകൾ. അതിങ്ങോട്ട് രാജീവ് ഗാന്ധി നൽകിയ സന്ദേശം എന്താ? ഷാബാനു കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് എന്താ? മാനുഷികമായ പരിഗണനയാണ് ആ കേസിൻ്റെ വിധി എന്ന് പറയുന്നത്. തലാക്ക് ചൊല്ലപ്പെട്ട, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യപ്പെട്ട സ്ത്രീക്ക്, മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണം. ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഭാര്യ എന്നുള്ളത്. ആ ഭാര്യ മൊഴി ചൊല്ലുമ്പോൾ അവർക്ക് ജീവിക്കുവാനുള്ള ഒരു ഇത് കൊടുക്കുക എന്നുള്ളത് അത് മാനുഷിക പരിഗണനയാണ്. ഒരുപക്ഷെ നിയമ സംവിധാനങ്ങൾ അതിനനുകൂലിക്കുന്നു. അതിനെ അങ്ങനെ വന്ന സുപ്രീം കോടതി വിധി ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി, മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി പാർലമെന്റിലെ മൃഗീയ ഭൂരിപക്ഷം വെച്ച് ഭേദഗതി ചെയ്ത, സുപ്രീം കോടതി വിധിയെ ഭേദഗതി ചെയ്ത ആളാണ്
രാജീവ് ഗാന്ധി. അല്ല, ഈ നിയമഭേദഗതികൾ ഇന്നും ഇന്നലെ അല്ല തുടങ്ങിയത്. എത്ര കാലം കൊണ്ടാണ് കോൺഗ്രസ്? ഇന്ദിരാഗാന്ധി ചെയ്ത നിയമ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടത്. അത് പോട്ടെ, അതിനുശേഷം ഇങ്ങോട്ട് നെഹ്റു രാജീവ് ഗാന്ധിയുടെ കാലത്തുണ്ടായ ഈ ഒരു കടന്നുകയറ്റം, അതിനുശേഷം അവരുടെ നിലപാടുകൾ ഇപ്പം ഭരണഘടന പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയ്ക്കും കൂടെ കാണിക്കുന്നത്. ഇപ്പം ഭരണഘടന പോക്കറ്റിലിടാണ്. ഭരണഘടന അത് പൂജ്യമായ സ്ഥാനത്ത് പൂജിത വസ്തുവായി വെക്കേണ്ടതാണ്. ഈ ഭാരത ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണമാണ്, മാർഗരേഖയാണ് ഭരണഘടന. അപ്പൊ അവിടെ അതിനെ എങ്ങനെയാണ് ആദരവോടെ കാണേണ്ടതിന് പകരം മറ്റേ സിഗരറ്റ് പാക്കറ്റ് ഇട്ടേക്കുന്ന അതേ പോക്കറ്റ് കൂടെ എടുത്ത് കാണിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ഈ സഭയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ഒരു സാധാരണ ഒരു നിയമം അറിയാമെന്നുള്ള, അല്ലെങ്കിൽ സാധാരണ ഒരു കുട്ടികൾക്ക് പോലും നന്നായിട്ട് പ്രസംഗിക്കുന്ന വേളകളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്റ്റേജുകളിലും. എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഇങ്ങനെ ആയത്? അല്ല, പക്വതയില്ല, രാഷ്ട്രീയ പാരമ്പര്യം. എനിക്ക് തോന്നുന്നു 50-ലേക്കൊക്കെ പോകുന്നു. സാധാരണ പക്വത കൂടുതലല്ലേ? ഇന്ത്യയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കൊരു പാരമ്പര്യമുണ്ട്. നൂറ്റാണ്ടുകളായ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും അതിൻ്റെ നിണച്ചാലുകളിൽ കൂടി കയറി വന്ന മഹാപാരമ്പര്യത്തിൻ്റെ വക്താക്കളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുപോയിട്ടുള്ളത്. വാജ്പേയി, എൽ കെ അഡ്വാനി, ഞാൻ ഉദാഹരണം പറയാം. എൽ കെ അഡ്വാനി നേരത്തെ സിന്ധിൽ നിന്ന് ഇങ്ങോട്ട് വരും. അദ്ദേഹം ശരിക്കും അക്ഷരാർത്ഥത്തിൽ ചോരച്ചാലുകൾ നീന്തി കയറി വന്ന ആളാണ്. ഇന്ത്യയുടെ വിഭജന സമയത്ത് അന്ന് സംഘത്തിന്റെ സഹപ്രാന്ത പ്രചാരകമായിരുന്നു ജോധ്പൂർ, ആ ഭാഗത്ത് രാജസ്ഥാൻ മറുഭാഗം, ഇന്നത്തെ പാകിസ്ഥാനിൽ പോയ രാജസ്ഥാന്റെ. അപ്പൊ അവിടത്തെ ആ ചോരച്ചാലുകളെ കണ്ട് മുഖാമുഖം കണ്ട് വന്ന ആളാണ്. അത്ര അനുഭവത്തിന്റെ കരുത്തുണ്ട്. അതല്ല, കക്ഷിക്കാർ എന്തെങ്കിലും ഈ ഭരണവിരുദ്ധ നിലപാടുകൾ വന്നു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ ശക്തമായ ഒരു പ്രതിപക്ഷം വേണം. എങ്കിലേ ജനാധിപത്യം എന്നുള്ള സംവിധാനം നേരായ ദിശയിലേക്ക് പോകുള്ളൂ. പക്ഷെ ഒരു ചൂണ്ടിക്കാണിക്കാൻ പോലും ഇല്ലാത്ത ഒരു പ്രതിപക്ഷമാണ് ഇന്ന് ഇന്ത്യയിൽ. അല്ല, അതാണ് ഇവരുടെ BJPയുടെ ഗുണം. അതാണ് BJPക്ക് ഒരു അനുഭവം പ്രതിപക്ഷം ഇല്ല എന്നുള്ളതാണ്. കരുത്തുള്ള പ്രതിപക്ഷ നേതാവില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. അതെ, കുട്ടിക്കളി മാറാത്ത ഒരു ചെറിയ പയ്യൻ കൂടി നമ്മുടെ കണ്ടില്ലേ പാർലമെന്റിൽ കാണിക്കുന്ന കോമാളിത്തരങ്ങള്. ഇത് ലോകം നരേന്ദ്രമോദിയെ പോയി കെട്ടിപ്പിടിക്കുക, ഇത് ലോകം കാണുക. അതെ, ലോകം കാണുകയും സ്മൃതി ഇറാനിക്ക് നേരെ കണ്ണിറുക്കുക, ഇങ്ങനെല്ലാം കാണിച്ചുകൊണ്ട് കുട്ടിത്തം മാറാത്ത ഒരു ബാലചാബല്യം പോലെ. അത് അസംബ്ലിയിൽ പാർലമെന്റിൽ ആരോ പറഞ്ഞു, അത് ബാലചാബല്യമാണ് കാണിക്കുന്നത്. തീർച്ചയായും പക്വതയില്ലാത്ത ഒരാള് ജനിച്ചപ്പോഴേ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ഇന്ത്യയുടെ മണ്ണുമായി യാതൊരു നെഹ്റുവിന്റെ പാരമ്പര്യം നോക്കിയാൽ അതൊരു പഴയ നാട്ടുരാജാവിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാരമ്പര്യമാണ്. നെഹ്റു എന്ന പേര് എങ്ങനെ കിട്ടിയത്? നെഹ്റു എന്ന പേര് കിട്ടിയത് പോലും ഡൽഹിയിൽ വന്നതിന് ശേഷമാണ്. ഡൽഹിയിൽ വന്ന് അവരൊരു അഴുക്കുചാലിന്റെ സൈഡിൽ താമസിച്ചു. അപ്പൊ ഹിന്ദിയിൽ അഴുക്കുചാലിന്റെ പേര് നെഹ്റ എന്നാണ്. അപ്പൊ അഴുക്കുചാലിന്റെ സൈഡിൽ താമസിക്കുന്ന ആളുകളെയാണ് നെഹ്റയുടെ അടുത്ത് താമസിക്കുന്ന ആൾ നെഹ്റു എന്ന് വിളിച്ചത്. ആ ഒരു പാരമ്പര്യമാണ്. ഗാന്ധി കുടുംബമായിട്ട് മഹാത്മാഗാന്ധി ഒരു ബന്ധം പോലുമില്ല. മോഷ്ടിച്ചെടുത്ത പേരാണ്. ഫിറോസ് ഖണ്ഡിയുടെ ഭാര്യയാണ് ഇന്ദിരാ ഖണ്ഡി ആവേണ്ട ഇന്ദിരാഗാന്ധിയായത്. ഗാന്ധിയെ ചേർത്ത് വെച്ചു. കാരണം ജനമനസ്സുകൾ ജീവിക്കുന്ന മഹാത്മാഗാന്ധിയുടെ സ്വരൂപം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ജനഹൃദയങ്ങൾ ജീവിച്ചതുകൊണ്ട് ആ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പേരിന് ചേർത്ത് വെച്ച് ഇവര് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നോക്കുന്നു. ഇവിടെ പ്രീണനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അന്ന് ആ ബാഗ് തിരിച്ചു വന്നത്. എന്തുകൊണ്ട് ഈ വയനാടിനുള്ളവര് പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ കേരളക്കാർ പ്രതീക്ഷിച്ചു ഒരു നല്ലൊരു MP യെ. നേരത്തെ ആളിനൊക്കെ നമ്മൾ അറിയാലോ, രാഹുൽ ഗാന്ധി എന്തായിരുന്നു അറിയാം. ഈ രണ്ടാമത് വന്ന സഹോദരി നല്ലൊരു ഒരു എന്താ പറയാ, ഒരു രാഷ്ട്രീയ നേതൃത്വം വഹിക്കുമെന്ന് കേരളത്തിലുള്ളവരൊന്ന് തെറ്റിദ്ധരിച്ചു. അല്ല, അതാണ് പറഞ്ഞത്. അവിടെ പറയാൻ പാടുണ്ടെന്ന് എനിക്കറിയില്ല. സൗന്ദര്യ മത്സരം അല്ല വയനാട് നടക്കുന്നതെന്ന് പറഞ്ഞാലോ പറഞ്ഞല്ലോ. അതെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വോട്ടർമാർ, പാവപ്പെട്ട വോട്ടർമാരെ അത് അങ്ങനെയാണ് വീഴ്ത്തിയത്. പോട്ടെ, അത് ആ വിഷയമല്ല. പക്ഷേ അതിനെ വിജയിച്ചതിന് ശേഷമെങ്കിലും അതിന്റെ പക്വതയായിട്ട് പെരുമാറുന്നുണ്ടോ? ഇല്ലെന്നാണ്. കോൺഗ്രസിന്റെ പാരമ്പര്യം തന്നെയാണ് അവർ കാണിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ എന്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ബംഗ്ലാദേശിൽ ഈ കുഴഞ്ഞു പറഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഏകപക്ഷീയമായ ഹിന്ദു വംശഹത്യ നടക്കുമ്പോൾ ഒരു പേരിന് വേണ്ടിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും, പ്രിയങ്ക ഗാന്ധിയെങ്കിലും എന്തുകൊണ്ട് ഐക്യദാർഢ്യം ആ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി പറയുന്നില്ല? അപ്പം മുസ്ലിം പ്രീണനം ഇവരുടെ നയമാണ്. ഇന്ന് കാശ്മീർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ദുരന്തങ്ങളുടെയും ബാക്കി ഈ പ്രീണനത്തിൻ്റെ ഭാഗമാണ്.
ഇന്ത്യയിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു ഹിന്ദു മുസ്ലിം വർഗീയത അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം സംഘർഷം, അതിൻ്റെ ബീജാഭാവം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഭരണകാലം തുടങ്ങിയതാണ്. ഇവർ ഒരുക്കി കൊടുക്കുന്ന ഏറ്റവും ഭീകരവാദികളെ സഹായിക്കുന്ന, ഇവർക്ക് ദേശീയ മുസ്ലിമിനെ വേണ്ട, APJ അബ്ദുൽ കലാമിനെ വേണ്ട, അവർക്ക് വേണ്ടത് ഇന്ത്യയെ ബോംബ് വെച്ച് തകർക്കാൻ വന്ന മറ്റ് ഭീകരവാദികൾ മേമൻ സഹോദരന്മാരെയാണ്, അവരെയാണ് വേണ്ടത്. ഇന്ത്യയെ, ഭാരതത്തെ പെറ്റനാടായി കാണുന്ന APJ പോലുള്ള മഹാപ്രതിഭകളെയല്ല വേണ്ടത്, അബ്ദുൽ കലാം ആസാദിനെ വേണ്ടതാണല്ലോ. രണ്ടാമത് നോമിനേഷൻ കൊടുത്ത സമയത്ത് ഇവരുടെ നിലപാട് എന്താണെന്ന് അതെ APJ അബ്ദുൽ കലാമിന്റെ എതിരായിട്ടായിരുന്നു അവരുടെ കോൺഗ്രസിന്റെ നിലപാട്. ഞാൻ പറഞ്ഞത്, അപ്പം പ്രിയങ്ക ഗാന്ധി ഇത് തൂക്കി പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രീണനത്തിന്റെ ഭാഗമാണ്. 5 രാഷ്ട്രങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ലോകം മുഴുവൻ ചിതറിപ്പോയ ഇസ്രായേലി ജനത, അവർക്ക് പെറ്റുവീണ മണ്ണില്ലാണ്ടായി. ആ 5 മുസ്ലിം രാഷ്ട്രങ്ങൾ പങ്കിട്ടെടുത്തു എന്നുള്ളതാണ്. ലോകം മുഴുവൻ ചിതറിപ്പോയി. അവരുടെ ആ മണ്ണിനോടുള്ള സ്നേഹമാണ്, കൂറാണ് അവർ വീണ്ടും ഒരുമിച്ച് ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കാൻ അവർ സഹായിച്ചത്. അവർ പൊരുതുകയാണ്. ലോകത്താരെങ്കിലും ഇന്ന് ജീവിക്കാൻ വേണ്ടി പൊരുതുന്നുവെങ്കിൽ ആ പൊരുതുന്ന ഇസ്രായേലി ജനതയാണ്. അവരോടാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത്. അല്ലാണ്ട് അവരെ ആക്രമിക്കുന്ന മനുഷ്യാവകാശം ആർക്കാണ് വേണ്ടത്? കൊലയാളികൾക്കാണോ അതോ കൊല ചെയ്യപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്കാണോ? മരിച്ചവനാണോ കൊന്നവനാണോ മനുഷ്യാവകാശം വേണ്ടത്? മരിച്ചവനോടാണ് മനുഷ്യാവകാശം വേണ്ടതെങ്കിൽ വാസ്തവത്തിൽ ഇസ്രായേലി ജനത ഇന്ന് പൊരുതുകയാണ്, ജീവിക്കാൻ വേണ്ടി പൊരുതുകയാണ്. 4 ഭാഗത്തു നിന്നുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ആക്രമിക്കുമ്പോൾ അവർ ചെറുത്തുനിൽപ്പാണ്, അവർ പൊരുതുകയാണ്. പൊരുതി ജീവിക്കാൻ മുന്നേറുന്ന വാസ്തവത്തിൽ അത്തരം ജനതയാണ് സംരക്ഷിക്കണം. അവരോടാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് കൊണ്ടുവരേണ്ട ബാഗ് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതായിരുന്നില്ല, ഇസ്രായേൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. കാരണം ഭാരതത്തിൻ്റെ മനസ്സെപ്പോഴും പോരാളികളോട് ഒപ്പമാണ്. എങ്ങനെയാണ്? തകർക്കാൻ ചെല്ലുന്നവരോടല്ല, ദുരിതം അനുഭവിക്കുന്നവരോടാണ്, ആക്രമിക്കപ്പെടുന്ന പാവങ്ങളോടൊപ്പമാണ്. അക്രമകാരികളെ സഹായിച്ച പാരമ്പര്യം ഭാരതത്തിനില്ല. അപ്പം കോൺഗ്രസ് ഇപ്പോഴും ഇന്ത്യയിലെ കേവലം ന്യൂനപക്ഷ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി കാണിക്കുന്ന രാഷ്ട്രീയ ഗിമ്മിക്കുകളാണ്. അതിനുവേണ്ടി ഇന്ത്യൻ പാർലമെന്റിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പക്വതയില്ലായ്മ. സഹോദരനെ പോലെ തന്നെ സഹോദരിയും ഇവർ കോൺഗ്രസിന്റെ ശാപമാണ്. ശരിക്കും നെഹ്റു കുടുംബത്തിന്റെ പിൻതലമുറക്കാർ ഇന്ന് കോൺഗ്രസിന്റെ ശാപമാണ്. കോൺഗ്രസ് എന്നെന്തെങ്കിലും എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവരെ നേതൃത്വത്തിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിന് മടങ്ങി വരാൻ സാധിക്കൂ. അതൊരിക്കലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, ഇങ്ങനെയാണെങ്കിൽ ഇവരാണ് രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് നേതൃത്വത്തിൽ എങ്കിൽ അപക്വമതികളായ, ജനിച്ചപ്പോൾ തന്നെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും രാഷ്ട്രീയ ബന്ധങ്ങളിൽ, രാഷ്ട്രീയ ഈടുവയ്പ്പുകളിൽ അഭിരമിക്കുന്ന, അവരുണ്ടാക്കി വെച്ച രാഷ്ട്രീയ സിംഹാസനങ്ങളിൽ കടന്നിരിക്കുന്ന ആ ഒരു പാരമ്പര്യത്തെ അനുകൂലിക്കുന്ന, ആ പാരമ്പര്യങ്ങളെ പിൻപറ്റി വരുന്ന ആളുകളായതുകൊണ്ട് ഇവർക്കൊരിക്കലും പൊരുതുന്ന, വിശക്കുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന യഥാർത്ഥ സാമൂഹ്യ ചിന്തയെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ ഗ്രാമങ്ങളെ ഇവർക്കറിയില്ല, ഗ്രാമങ്ങളിലെ കർഷകരെ അവർക്കറിയില്ല. ഇവർക്കറിയുന്നത് ഡൽഹിയിൽ കോമാളിത്തരം കാണിക്കുന്ന കർഷകരെ അറിയാവൂ. യഥാർത്ഥത്തിൽ ഈ മണ്ണിൽ വിയർപ്പൊഴുക്കി, ചോര നീരാക്കി, പോരാടി വിയർപ്പൊഴുക്കി ഉണ്ണാനും നമുക്ക് ഉടുക്കാനും ഉണ്ടാക്കി തന്ന ഫാക്ടറി തൊഴിലാളികളെയോ കർഷക തൊഴിലാളികളെയോ ഇവർ പ്രതിനിധീകരിക്കുന്നില്ല. ഇവരെ സമ്പന്നന്മാരുടെ, അതിസമ്പന്നന്മാരുടെ, ഇടനിലക്കാരുടെ ഒക്കെ ആളുകളായി മാറുക. ഇടനിലക്കാരുടെ ആളുകളായി മാറുകയാണ്. ഒരിക്കലും ഇവർക്ക് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ ഇവർക്ക് സ്വീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു BJPയുടെ ഒരു ഭാഗ്യമാണ് ഇങ്ങനെയുള്ള 2 പ്രതിപക്ഷ നേതാക്കളെ ബോബനും മോളിയും കിട്ടിയത് എന്ന് നമുക്ക് പറയാം.